सवेरों का मेरे तू सूरज लगे तू मेरे दीवाना कभी कुछ लगे कुछ ഇതൊരു ഫാമിലി ട്രിപ്പാണ്. തുടക്കം മുതൽ ഒരു വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ കിടക്കും. പക്ഷെ എന്നെ കൊണ്ട് ആ കാര്യം നടക്കലേ ഇല്ല. പകുതി വെച്ചിട്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇതൊരു 3 days ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പല സാധനങ്ങളും മറന്നു പോകുമെന്നുള്ള ടെൻഷനിലായിരുന്നു. ഇത് പോകുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ആ സാധനം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ കണ്ടിട്ടുമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ട്രിപ്പിൽ മെയിനായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തത് ഫുഡ് അടിയായിരുന്നു. വീട്ടിൽ നേരത്തിന് കഴിക്കാത്ത ആൾക്കാർ ട്രിപ്പ് പോയപ്പോൾ എവിടെ നിന്ന് ഈ വിശപ്പിൻ്റെ വിളി വന്നു എന്നറിയില്ല. കറക്റ്റ് നേരത്തിന് അവിടെ ഓരോ സ്റ്റോപ്പിൽ നിർത്തും, ഫുഡ് കഴിക്കും. അത് മസ്റ്റായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ ആദ്യം പോയത് നോളേജ് സിറ്റിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ടൈം കഴിഞ്ഞിരുന്നു, നമുക്കത് അറിയില്ലായിരുന്നു. അവിടേക്ക് എൻട്രൻസിന്, അതായത് മേലെയുള്ള ആ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സമയമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ താഴെ എന്തായാലും വന്നതല്ലേ, ഒന്ന് പോയി ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് വേണ്ടി താഴെ പോയപ്പോൾ കുറേ ഷോപ്പുകൾ ക്ലോസ്ഡ് ആയിരുന്നു. കുറച്ച് ഷോപ്പ് മാത്രമേ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് എല്ലാവരുടെയും ഒന്ന് കയറി നടന്ന് കണ്ടു. പക്ഷെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവിടെയും നിന്നിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സമയം നമുക്ക് പ്രതീക്ഷിച്ച ആ ടൈമിൽ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്താൻ കഴിയില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ട്രാഫിക് ആയിരുന്നു. 3 days ട്രിപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഞാൻ സ്ഥലം എങ്ങോട്ടാണെന്ന് പറയാൻ ഞാൻ മറന്നുപോയി. വയനാടായിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന സ്ഥലങ്ങളിലൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആകെ നിർത്തിയത് ഫുഡ് കഴിക്കാൻ, അതുപോലെ നമ്മുടെ നെല്ലിക്ക, പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടത് കഴിക്കാൻ, ചായ കുടിക്കാൻ. അവിടെ എത്താറാകും തോറും ക്ലൈമറ്റ് എല്ലാം നല്ല ചേഞ്ച് ആവാൻ തുടങ്ങി. നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പഴംപൊരിയും അതുപോലെ ബീഫും കൂടി കഴിക്കുന്നത്. അവിടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഞങ്ങൾ പോകുന്ന വഴിയല്ല അവിടെ നിർത്തി. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനിത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, അയ്യേ എങ്ങനെ ഇരിക്കും, നന്നായിരിക്കുമോ, മധുരവും എരിവൊക്കെ കൂടിയായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും 2 പ്ലേറ്റ് വഞ്ചി കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടി പോയത് അവിടെ വയനാട്ടിൽ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാകുന്ന കരുത്ത്. പക്ഷേ കുറേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതൊന്നും പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുറേ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടയിൽ തന്നെ ഞങ്ങൾ നിന്നു. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്വിങ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം വെളിയിലൊക്കെ നിന്ന് നോക്കി പോകണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു. എന്നാലും ഞങ്ങൾ കയറി. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല എമൗണ്ട് വരുന്നുണ്ട് ഓരോ ഐറ്റംസിലും കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിലും കയറലും നടക്കില്ല. ഒന്ന് ജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രം കയറാമെന്ന് കരുതി കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയി.
കയറുമ്പോൾ തന്നെ നല്ല വീരവാദം പറഞ്ഞ ആൾക്കാർ അവിടെ പോയി ഗ്ലാസ് പിടിച്ച് കയറിയത് കുറേ പേരൊക്കെ പേടിച്ച് കാലൊക്കെ കിടുകിടുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അതിനും നല്ല അതിൻ്റെ മേലെ കയറി ഡാൻസൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ ആ അറ്റത്തെത്തുമ്പോൾ ചെറിയൊരു ഇളക്കമുണ്ടായിരുന്നു. അതായത് ഒരു ചെറിയൊരു ഷെയ്ക്ക്. അത് കുട്ടികൾ ചിലവരൊക്കെ പേടിച്ചു, ചിലവരൊന്നും പേടിച്ചില്ല. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും അതിങ്ങനെ ഇളകുമ്പോൾ പേടി വരും. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല തണുപ്പ്, നല്ല കോട ഇറങ്ങാൻ തുടങ്ങി. നമ്മളെല്ലാം കുട്ടികൾക്കൊക്കെ എല്ലാ സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് അതിൻ്റെ മേലേക്ക് കയറിയത്. പിന്നെ അതുപോലെ കുറച്ച് നേരം അവരിനെ പാർക്കിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു പിന്നീട് നടന്നതെല്ലാം.
കറക്കമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂം നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മൾ ഒരുപാടൊന്നും നോക്കേണ്ടി വന്നില്ല. നമ്മൾ ഓരോ സ്പോട്ടിൽ പോകുമ്പോൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ചോദിച്ചിട്ട് 1-2 റൂമൊക്കെ നോക്കി അങ്ങനെ നമുക്ക് നോക്കിയതിൽ വെച്ചിട്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ ഒരു റൂം കിട്ടുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സെറ്റാക്കാൻ വേണ്ടി, കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി, പിന്നെ എല്ലാവരുടെയും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് പിന്നെ റൂമിലേക്ക് പോയി. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ 2-3 ദിവസത്തേക്കായിരിക്കും പോകുക. പക്ഷെ കൂടുതലും നമ്മൾ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതലും നമുക്ക് വരുന്നത് ട്രാവലിംഗ് ആയിരിക്കും. നമ്മൾ കൂടുതലും വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ കുറേ ട്രാവൽ ചെയ്യേണ്ടി വരും. 1-2 സ്പോട്ടിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 1 വീക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഒന്നാമത് വെക്കേഷൻ ടൈമുകളിലൊക്കെ ആയിരിക്കും കൂടുതലും പോകുക. സീസൺ ടൈം ആകുമ്പോൾ കൂടുതലും നമുക്കവിടെ റൂം കിട്ടാനാണെങ്കിലും അതെ, അങ്ങോട്ട് പോകാനാണെങ്കിലും ട്രാഫിക്കോ അങ്ങനെയായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. നമ്മൾ റൂമിലേക്ക്, അതായത് ടൂറ് പോകുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയ ശേഷം കുട്ടികളെല്ലാം ഒരു ഭാഗത്തെത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് കളികളൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ വന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ കാണിക്ക. അഴുക്ക് തുണി, ചപ്പ, പഴംതുണി. ഇതേത് ഭാഷ? നിന്നെ ആഹാ കഥകളി കഥകളി. ഞാനും നീയും തെറ്റ് തെറ്റ് കറക്റ്റായിട്ട് പറ. അതന്നെ കറക്റ്റല്ലേ? ആ കറക്റ്റ് കറക്റ്റ്. ജയിച്ചു 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 ജയിച്ചു.